ഹായ് ഓൾ, വെൽക്കം ടു ജിയോ മെന്റർ. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ? എന്റെ പേര് സൂരജ് കോടിയേരി. അപ്പൊ നമ്മൾ ഇന്ന് ജോഗ്രഫിയിൽ നാളെ വരാൻ സാധ്യത, നാളത്തെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ജോഗ്രഫി സബ്ജക്റ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ടെലഗ്രാം ചാനലിലും അതുപോലെ നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് വീഡിയോസിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റേറ്റ് സീരീസ്, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ സീരീസ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നുള്ളത്. നമ്മൾ കുറച്ച് സംസ്ഥാനങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഈ യൂട്യൂബ് ചാനലിന്റെ അണ്ടറിൽ തന്നെ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് പേര് ഇത്രയും റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ടെലഗ്രാം ചാനലിലും പേഴ്സണൽ ആയിട്ടും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ അറിയിച്ച ഒരു കാര്യമാണ് സംസ്ഥാനങ്ങളുടെ സീരീസ് ഒന്നുകൂടി ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്യാവോ എന്ന്. തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശം അനുമാനിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. വിത്തിൻ ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ ഇതേ ചാനലിൽ നമ്മുടെ ഒരു ദിവസം ഒരു സംസ്ഥാനം എന്നുള്ള സീരീസ് തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് നാളെ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, യെസ്. ആദ്യത്തെ ചോദ്യം, ഞാൻ ആദ്യം ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് എക്സാമിന് കേരള PSC ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി നോക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടെന്ന് ഈ ഒരു സീരീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. കാരണം നമ്മുടെ OMR ബേസ്ഡ് എക്സാം അല്ലേ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നാളെ രാവിലെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോ ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ എന്താ ചെയ്തേ, ആദ്യം ഞാൻ കീവേഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഹിമാലയ പർവ്വതമാണ് ഇവിടുത്തെ കീവേഡ്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ചോദിച്ചത് തെറ്റാണോ ശരിയാണോ പ്രസ്താവന എന്ന് വട്ടമിട്ട് വെക്കുക. നാളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു പക്ക ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തെറ്റ് വരുത്തുന്നത് കുറക്കാൻ പറ്റും. രണ്ടാമത്തെ സമയം കുറെ ലാഭിക്കാനും പറ്റും. അപ്പൊ കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ ചോദിച്ചതെന്ന് വട്ടം ഇട്ട് വെക്കുന്നു, എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. ഇനി മറ്റൊരു കാര്യം കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാനുള്ള പരിപാടിയാണ് എലിമിനേഷൻ. അതായത് നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തലതിരിഞ്ഞവനല്ലേ, ഞാൻ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ്, തെറ്റായതല്ലേ ചോദിച്ചത്, ശരിയായ പ്രസ്താവന ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. വലനം അഥവാ ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര. ഹിമാലയത്തെ കുറിച്ച് പഠിച്ച എല്ലാവർക്കും അറിയാം, ഹിമാലയ ഒരു മടക്ക് പർവ്വതമാണ് അഥവാ ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഇതിൽ തന്നെ നമുക്ക് ശരിയായ പ്രസ്താവന കിട്ടി. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് അതിന് എലിമിനേറ്റ് ചെയ്യാം. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഇതേപോലെ തെറ്റായ പ്രസ്താവന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സുകളിലായിട്ട്, അല്ലെങ്കിൽ നമ്മളെ എന്താണ് പലതരത്തില് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും അറിയാം, ഇവൺ PSC പഠിച്ച എല്ലാവർക്കും അറിയാം, ഹിമാലയം പ്രായം കുറഞ്ഞ ഒരു പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം. അപ്പോ ഇതും ശരിയായ പ്രസ്താവനയാണ്. നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. കാരണം നമ്മളോട് ചോദിച്ചത് എന്താ? തെറ്റായ പ്രസ്താവനയാണ്. ഇനി സംയോജക സീമയിൽ രൂപം കൊണ്ടത്. എടാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹിമാലയം രൂപപ്പെട്ടത് 2 ഫലകങ്ങൾ കൂട്ടിയിടിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും 2 ഫലകങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ, അല്ലെ, 2 ഫലകങ്ങൾ കൂട്ടിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മടക്കാണ് സംഭവിക്കുന്നത്. 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മടക്കുകളാണ് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മള് ഹിമാലയം. ഈ ഫലകവും ഒന്നാമത്തെ ഫലകത്തിന്റെ പേര് ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം എന്നാണ്. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും അതുപോലെ യുറേഷ്യൻ ഫലകവും, ഏതാണ്? യൂറോപ്പും ഏഷ്യയും അടങ്ങിയിരിക്കുന്ന യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മടക്കുകൾ ഉണ്ടായത്. ഇതാണ് ഹിമാലയ പർവ്വതം. ഇനി ഇത് തമ്മിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 ഫലകങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ പേര് തന്നെയുണ്ട് സംയോജിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സംയോജക സീമ എന്ന് നമ്മൾ ഇതിനെ പൊതുവെ വിളിക്കുന്നത്. ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രായം കുറഞ്ഞ പർവ്വതനിരയായത്. ഇപ്പോഴും ഹിമാലയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനും ഈ വീടും നിങ്ങളുടെ വീടും നിങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും വടക്കോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോഴും ആരെ ഇടിച്ചുകൊണ്ടിരിക്കുക? യുറേഷ്യൻ ഫലകത്തെ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹിമാലയത്തിന് എന്താ സംഭവിക്കുക? ഉയരം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഹിമാലയത്തിന്റെ ഉയരം കൂടുകയാണ്, ഇത് മറക്കരുത്. ഇനി
അപ്പോ ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ഇവയൊന്നുമല്ല. തെറ്റായ പ്രസ്താവന ഇവിടെ ഇല്ല. ഇതിലെ എല്ലാ പ്രസ്താവനയും ശരിയായതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സെറ്റ് അല്ലേ? കിട്ടിയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അപ്പൊ നമ്മൾ അതും കഴിഞ്ഞു. ഇനി ഞാൻ ഹിമാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ ആണ്. എടാ ഹിമാലയം 3 ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഹിമാലയം എത്ര എണ്ണം ഉണ്ട്? ഹിമാലയം 3 ടൈപ്പ് ആണുള്ളത്. ഞാൻ ഇത് ഇവിടെ എഴുതുന്നുണ്ട്. ട്രാൻസ് ഹിമാലയ ഉണ്ട്. ഓക്കെ, നാളെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, നോക്കിക്കോ. ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്, അതുപോലെ ഹിമാലയാസ് ഉണ്ട്, ഹിമാലയാസ് ഉണ്ട്, അതുപോലെ പൂർവാഞ്ചൽ ഉണ്ട്. ഇതാ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. ഉത്തരപർവ്വത മേഖല ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയാണ് നാളെ ചോദിച്ചെങ്കിൽ ഇത് നിങ്ങൾ നോക്കിക്കോ. കാ ലാ സ ഈ കോഡ് പഠിച്ചാൽ മതി. ട്രാൻസ് ഹിമാലയം എന്ന് കേട്ട കാ ലാ സ. എന്താ ഇത്? കാരക്കോറം, അതുപോലെ ലഡാക്ക്, അതുപോലെ സൻസ്കർ. ഈ 3 പർവ്വതങ്ങൾ ചേർന്നതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയം. ഇനി നമുക്ക് ഹിമാലയം ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കാലാസ എന്ന് കേട്ട് കഴിഞ്ഞാൽ കാരക്കോറം, ലഡാക്ക്, സൻസ്കർ. ട്രാൻസ് ഹിമാലയം എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാലാസ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി ഈ സാധനം ഞാൻ നിങ്ങളുടെ മാപ്പിൽ ഇതാ മാർക്ക് ചെയ്യുന്നുണ്ട്. എടാ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ തലയാണെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ തല ഹെഡ് ആണെന്ന് വിചാരിക്കുക. ആ ഹെഡിൽ ഇന്ത്യ വെച്ച ഒരു ഭസ്മക്കുറിയായിട്ട് നിങ്ങൾ എന്തിനെ കാണാം? ട്രാൻസ് ഹിമാലയത്തെ കാണാം. ആ നെറ്റിയിൽ വെച്ച ഒരു ഭസ്മക്കുറിയായിട്ട്. ഒന്നാമത്തവനാണ് കാ, രണ്ടാമത്തവനാണ് ല, മൂന്നാമത്തവനാണ് സസ്കർ. അപ്പൊ കാ ലാസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ 3 പർവ്വത നിരകളാണ്. സെറ്റ് അല്ലേ? പിടികിട്ടിയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇതാണ് ട്രാൻസ് ഹിമാലയം. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് നാളെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ എഴുതൂലേ ഈ 3 എണ്ണാണെന്ന്. ഇനി നമുക്ക് ഹിമാലയത്തിലേക്ക് പോവാം. അപ്പൊ ഇത് ശരിക്കും ഹിമാലയ അല്ലല്ലേ? എന്താ? ഹിമാലയത്തിന് വടക്കുള്ള ട്രാൻസ് ഹിമാലയമാണ്. ഇനി ഹിമാലയം ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ. ഹിമാലയത്തിനെ അഗെയിൻ 3ആയിട്ട് തരംതിരിക്കാം. ഹിമാദ്രി, അതുപോലെ ഹിമാചൽ, ഓക്കെ, അതുപോലെ ശിവാലിക്. ഇങ്ങനെ 3 പർവ്വത നിരകളാണുള്ളത്. ഹിമാദ്രിക്ക് 6000 മീറ്റർ ആണ് ഉയരം. ഇത് ചോദിക്കും. ഹിമാചലിന് 3000 മീറ്റർ ആണ് ഉയരം. ശിവാലിക്കിന് 1220 മീറ്റർ എന്നാണ് SCERT കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏറ്റവും വലുതാര? ഹിമാദ്രി. ഇതിനെ മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഗ്രേറ്റ് ഹിമാലയ. എന്താ? ഗ്രേറ്റ് ഹിമാലയ. നല്ല വലിപ്പമില്ലേ? 6000 മീറ്റർ അല്ലേ? അപ്പോ ഹിമാചൽ ഹിമാലയ എന്താ വിളിക്കുക? ലെസർ ഹിമാലയ. ഹൈറ്റ് കുറവല്ലേ? 3000 മീറ്റർ അല്ലേ ഉള്ളൂ. ഗ്രേറ്ററിനെ അപേക്ഷിച്ച് ലെസറിന് ഹൈറ്റ് കുറവല്ലേ? അപ്പൊ 3000 മീറ്റർ. ശിവാലിക്കിന് 1200 മീറ്റർ. ഇതിന് ഔട്ടർ ഏറ്റവും പുറമേ കാണുന്നതുകൊണ്ട് ഔട്ടർ ഹിമാലയ എന്നും പേരുണ്ട്. ഓക്കെ, അപ്പോ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ഇത് ആണ് ഹിമാലയം. ഹിമാലയത്തിൽപ്പെട്ട 3 പർവ്വതം പഠിച്ചല്ലോ. ട്രാൻസ് ഹിമാലയത്തെ പഠിച്ച 3 എണ്ണം പറഞ്ഞല്ലോ. ഓർമ്മയുണ്ടല്ലോ? ഒന്നുകൂടി പറഞ്ഞേ. ട്രാൻസ് ഹിമാലയം എന്ന് കേട്ട കാലാസ. കഴിഞ്ഞു, വിട്ടേക്ക്. ഹിമാലയം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ആൻഡ് ദ ലാസ്റ്റ് വൺ പൂർവാഞ്ചൽ. പൂർവാഞ്ചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കിഴക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും നമ്മൾ ഹിമാലയം മാർക്ക് ചെയ്തിട്ടില്ല അല്ലെ? ഇതേ നോക്കിക്കോ. ഇതാണ് ഹിമാലയം 1, അതുപോലെ 2, ഇതാണ് 3. ഇനി പൂർവാഞ്ചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മൂന്നാമത്തവനാണ് പൂർവാഞ്ചൽ. പൂർവാഞ്ചലിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം. പൂർവാഞ്ചലില് 4 സംസ്ഥാനങ്ങളിലാണുള്ളത്. ഒന്നാമത്തത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഇതിനെ വിളിക്കുന്ന പേര് പത്കൈബും എന്നാണ്. പത്കൈബും എവിടെയാ? അരുണാചൽ പ്രദേശിൽ വിളിക്കുന്ന പേര്. ബാക്കിയെല്ലാം എളുപ്പ, പഠിക്കേണ്ട ആവശ്യമില്ല. നാഗാ കുന്നുകൾ എന്ന് എവിടെ വിളിക്കും? നാഗാലാൻഡിൽ വിളിക്കും. ഇനി മണിപ്പൂരി കുന്നുകൾ എന്നായിരിക്കും എവിടെ വിളിക്കുന്നത്? മണിപ്പൂരില് വിളിക്കുന്നത്. ഇനി മിസോ കുന്നുകൾ, മിസോ കുന്നുകൾ ഓർത്തു വെക്കാൻ പറ്റും, മിസോറാമാണ്. പക്ഷെ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കും. ലുഷായ് കുന്നായിരിക്കും ചോദിക്കുന്നത്. ലുഷായ് കുന്നാണ് ചോദിക്കുന്നതെങ്കിൽ അഗൈൻ മിസോറാം. മിസോ കുന്നിന്റെ മറ്റൊരു പേരാണ് ലുഷായ് കുന്ന്. ഈ കാര്യം മറക്കരുത്. സെറ്റ് അല്ലേ? പിടികിട്ടിയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അപ്പോ ഹിമാലയത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നീളം ഹിമാലയത്തിന് 2400 കിലോമീറ്റർ ആണ് നീളം. കണ്ടില്ലേ? നീളം കണ്ടില്ലേ? 2400 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇതൊരു കാരണവശാലും മറക്കരുത്.
ഇനി നിങ്ങളോട് വീതിയാണ് ചോദിക്കുന്നതെങ്കിൽ വീതി ഇങ്ങോട്ടൊക്കെ നല്ല വീതിയുണ്ട്, പക്ഷെ കിഴക്കോട്ട് പോകുമ്പോൾ വീതി കുറയാണ് ചെയ്യുന്നത്. കിഴക്കോട്ട് പോകുമ്പോൾ വീതി കുറയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, മറക്കരുത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ആവറേജ് ഹൈറ്റ് എല്ലാം മറക്കരുത്. ഹിമാദ്രിക്ക് 6000, ഹിമാചൽ 3000, ശിവാലിക്ക് 1220. ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖവാസ കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങള് സുഖവാസ കേന്ദ്രങ്ങളൊക്കെ എവിടെയാണ് കാണുന്നത്? സുഖവാസ കേന്ദ്രങ്ങൾ കാണുന്നത് രണ്ടാമത്തതായിട്ടുള്ള ഹിമാചലിലാണ്. ഓക്കെ, ഹിമാലയത്തിലാണ് സുഖവാസ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, അഥവാ ലെസർ ഹിമാലയ. കാരണം ഇവന്റെ ഹൈറ്റ് എത്രയാ? 3000 മീറ്റർ. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തണുപ്പില്ല. അതേസമയം 6000 മീറ്ററിൽ കൊടും തണുപ്പായിരിക്കും. നമുക്കറിയാം ഉയരം കൂടുമ്പോഴും താപനില കുറഞ്ഞു കുറഞ്ഞു വരും. 6000 മീറ്ററിൽ നമുക്ക് അസഹനീയമായിട്ടുള്ള തണുപ്പായിരിക്കും. അവിടെ നമുക്ക് ഈ ഒരു വാസസ്ഥലമായിരിക്കില്ല. ഓക്കെ, അപ്പോ ഹിമാലയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എഴുതണം, മറക്കരുത്. വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇനി കേരള ജോഗ്രഫി എന്നൊരു ക്വസ്റ്റ്യൻ ആയാലോ? ദേ വായിച്ചോളൂ. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്യും അല്ലെ? കേരളത്തിലെ ജലാശയങ്ങളാണ് ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. തടാകങ്ങളെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്ന ജലാശയങ്ങൾ. നമ്മൾ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ശരിയായതല്ലേ ചോദിച്ചത്? സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായതല്ലേ ചോദിച്ചത്. അപ്പൊ തന്നെ നമ്മൾ തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ നോക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. തെറ്റായ ഏതെങ്കിലും പ്രസ്താവന ഉണ്ടോ നോക്കാം. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നു. അഷ്ടമുടി കായലാണ് കേരളത്തിലെ കായലുകളിലെ കവാടം എന്നറിയപ്പെടുന്നത്. നമുക്കറിയില്ല എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കുക. അതും പിടിച്ച് കുറെ നേരം ഇരിക്കരുത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഇത് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉറപ്പായിട്ട് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ല, ബി അങ്ങ് എലിമിനേറ്റ് ചെയ്തു. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാരണം വേമ്പനാട് കായൽ കൊച്ചിയിലുണ്ട്, എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, അതുപോലെ ആലപ്പുഴയിലുണ്ട്. ഫോർ എക്സാമ്പിൾ ആലപ്പുഴ കോട്ടയം ഭാഗത്ത് പുന്നമട കായൽ എന്നാണ് വേമ്പനാട് കായലിനെ വിളിക്കുക. അതേസമയം എറണാകുളത്ത് ഇതിനെ കൊച്ചിക്കായൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മൾ എ ഇതിൽ 3 ഇല്ല, എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഇതിലും 3 ഉണ്ട്. അപ്പോ സിഒ ഡിഒ ആണ് ആൻസർ എന്ന് കിട്ടി. പക്ഷെ നിർബന്ധമായും നമ്മൾ 1 അറിഞ്ഞിരിക്കണം. അഷ്ടമുടി കായലിനെയാണ് കേരളത്തിലെ കായലുകളുടെ കവാടം എന്ന് വിളിക്കുന്നത്. ഗേറ്റ് വേ ടു കേരള ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അപ്പോൾ തീർച്ചയായും ഇതും തെറ്റാണ്. ഡി എല്ലാം ശരിയാണ് ആൻസർ. ഇതിന്റെ ആൻസർ ഡി ആണ്. എപ്പോഴൊരു ക്വസ്റ്റ്യൻ എന്താണ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ 35ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഡി. അപ്പൊ 35D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? മാർക്ക് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 34ൽ കുത്തിവെക്കും. കാരണം 34 ഇപ്പോ നിങ്ങൾ അൺഅറ്റൻഡ് ആയിട്ട് വിട്ടുകളഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ OMR ഷീറ്റ് കാലിയായി കിടക്കും. അപ്പൊ നമ്മൾ 34D പോയി കുത്തും. നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാവരും ചെയ്യുന്നയാ. അതിനെന്ത് ചെയ്യുക? മാറാതിരിക്കാൻ 35D എന്ന് 3 തവണ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യാം. ഉച്ചത്തിൽ പറയരുത്, നിങ്ങളെ സ്ക്വാഡ് പിടിച്ച് പുറത്താക്കും. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അതിന് മുന്നോടിയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ടോട്ടൽ കായലുകളുടെ എണ്ണം, കേരളത്തിലുള്ള ടോട്ടൽ കായലുകളുടെ എണ്ണം 34 ആണ്. അതിൽ ഏറ്റവും വലുതാണ് ചോദിച്ചതെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചെങ്കിൽ അത് ശാസ്താംകോട്ടയാണ്. മറക്കരുത്, ശാസ്താംകോട്ടയാണ്. ഇനി ഏറ്റവും വടക്കുള്ള കായലാണ് ചോദിച്ചെങ്കിൽ അതിന്റെ ആൻസർ എന്ന് ഉപ്പള കായലാണ്. സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും? കാസർഗോഡ് ആയിരിക്കും. ഏറ്റവും വടക്കുള്ള നദി ഏതാ? മഞ്ചേശ്വരം നദിയല്ലേ? മഞ്ചേശ്വരം നദി പഠിക്കുന്ന കായൽ ഏതാ? ഏറ്റവും വടക്കുള്ള നദി മഞ്ചേശ്വരം. അപ്പൊ വടക്കുള്ള കായൽ ഉപ്പളയിലാണ് പതിക്കുന്നത്, കാസർഗോഡ്. ഓക്കെ, ഇനി ഏറ്റവും തെക്കുള്ള കായൽ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ വേളിയാണ്. കേരള PSC ആൻസർ ആയിട്ട് നൽകുന്നത് വേളിക്കായലാണ്. ശരിക്കും വേളിക്കായലല്ല, വേളിക്കായലിനെക്കാളും തെക്ക് ഭാഗത്താണ് നമ്മുടെ വെള്ളായണി കായൽ വരുന്നത്. പക്ഷെ വേളിക്കായലാണ് ആൻസർ ആയിട്ട് പൊതുവെ
കേരള PSC എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേളി കണ്ടു കഴിഞ്ഞാൽ കുത്താവുന്നതാണ് തിരുവനന്തപുരത്ത്. അപ്പോ ഇതൊക്കെയാണ് കായലുകളുടെ പ്രത്യേകത. കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഹാർട്ട് ഷേപ്പിലുള്ള തടാകം. ഹാർട്ട് ഷേപ്പിലുള്ള തടാകമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ചെമ്പ്ര ചെമ്പ്ര കൊടുമുടിയുടെ മുകളിലുള്ള ചെമ്പ്ര അഥവാ മേപ്പാടി തടാകമാണ്. മേപ്പാടി തടാകം ഒരു ഹാർട്ട് ഷേപ്പ് അല്ലെങ്കിൽ ഹൃദയാകൃതിയാണ്. മറക്കരുത്, ഹൃദയാകൃതി. ഹൃദയാകൃതിയിലുള്ള തടാകം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേപ്പാടി അഥവാ ചെമ്പ്ര തടാകമാണ്. ഇനി ഇന്ത്യ മാപ്പ്, ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് ചോദിച്ചെങ്കിൽ അത് പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകമാണ്. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. നിങ്ങൾ മറക്കരുത്, വയനാടാണ്. ഇനി വേറൊന്ന് ചോദിക്കാം. എഫ് എന്താ? എഫ് ആകൃതിയിലുള്ള, അല്ലെങ്കിൽ പോട്ടെ, അഷ്ടമുടി അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പനയോലയുടെ ആകൃതി. എന്താണ് ഇങ്ങനെ, എന്താണ് പനയോല പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ നീരാളിയെ പോലെ ഇങ്ങനെ കൈകളുള്ള 8 കൈകളുള്ള തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അഷ്ടമുടി എന്നാണ്. എന്താണ്? അഷ്ടമുടിയാണ് ഈ പനയോലയുടെ ആകൃതിയിൽ. ഇനി എഫ് ഷേപ്പ് ആണ് ചോദിക്കുകയെങ്കിൽ അത് ശാസ്താംകോട്ടയാണ്. മറക്കരുത്. എന്താ? എഫ് ഷേപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ശാസ്താംകോട്ടയാണ്. പനയോലയുടെ ആകൃതി എന്താ? പനയോലയുടെ ആകൃതി അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നീരാളിക്ക് 8 കൈയില്ലേ? അപ്പോ അഷ്ടമുടി എന്ന് ആലോചിച്ചാൽ മതി. അഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8. എഫ് ആകൃതിയിലുള്ള ശാസ്താംകോട്ടയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്, എക്സാമിന് ചോദിക്കും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം വായിച്ചോളൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടില്ലേ? ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ചില ആൾക്കാർ മുഴുവൻ വായിക്കാതെ നേരെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഒരു കാരണവശാലും ചെയ്യരുത്. കീവേഡ് അണ്ടർലൈൻ ചെയ്യണം. ശരിയാണോ തെറ്റാണോ ചോദിച്ചതെന്ന് മാർക്ക് ചെയ്ത് വെക്കണം. താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ ആരവല്ലിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്തത്, ഇല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് എന്ന് അവിടെ അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് ഒരു വട്ടം ഇടുക. ഇനി മാറിപ്പോവോ? ഇല്ല. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ. അപ്പോ ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതമാണിത്. ഞാൻ എന്റെ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ മുതുമുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശി, 70 വയസ്സുള്ള മുത്തശ്ശിയാണ് ആരവല്ലി. ആരവല്ലി. ഓക്കെ. 70 വയസ്സുള്ള മുത്തശ്ശിയാണ് ആരവല്ലി. 70 വയസ്സാണ് മുത്തശ്ശിയുടെ പ്രായം. ഓക്കെ. എന്ന് വെച്ചാൽ 70 കോടിയാണ് നമ്മുടെ ആരവല്ലിയുടെ പ്രായം. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ. ഇനി ഇവിടെ എവിടെ തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് തൊട്ട് ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന പർവ്വതമാണ്. ചിലപ്പം ഡൽഹിയിൽ ഇതിന്റെ പേര് ചോദിക്കാം. ഡൽഹിയിൽ ഇതിനെ റെയ്സീന കുന്നുകൾ, റെയ്സീന ഹിൽസ് അഥവാ റെയ്സീന കുന്നുകൾ എന്നാണ് വിളിക്കുന്നത്. ഡൽഹിയിൽ ഇതിനെ വിളിക്കുന്ന പേര്. നമ്മുടെ രാഷ്ട്രപതി ഭവനൊക്കെ ഇവിടെയാണ്. എന്താ? നമ്മുടെ രാഷ്ട്രപതി ഭവനില്ലേ ഡൽഹിയിലെ, അത് ആരവല്ലിയുടെ ഭാഗമായിട്ടുള്ള ഡൽഹിയിലെ റെയ്സീന കുന്നിന്റെ മുകളിലാണ്. ഇനി നമുക്ക് വായിക്കാവേ. തെറ്റല്ലേ ചോദിച്ചത്? ഇത് ശരിയാണല്ലേ? അപ്പൊ നമുക്ക് എ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. പഴക്കമുള്ള പർവ്വത നിരയാണ്. ഈ പർവ്വത നിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. തീർച്ചയായും ആ പോയിന്റ് കൂടി ഞാനിതാ ഇവിടെ എഴുതുന്നു. ഏറ്റവും ഉയരം ചെന്ന ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഉയരം ചെന്ന ഭാഗം ഗുരുശിഖറാണ്. ഗുരുശിഖറിന്റെ തൊട്ടടുത്തുള്ള സുഖവാസ കേന്ദ്രമാണ്. ഏറ്റവും ഉയരം ചെന്നത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, നമ്മുടെ ആരവല്ലിയുടെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ഗുരു ശിഖറാണ്. ഗുരുശിഖറിന് തൊട്ടടുത്തുള്ള സുഖവാസ കേന്ദ്രമാണ് നമ്മുടെ മൗണ്ട് അബു. ഹിൽ സ്റ്റേഷൻ ആണ് മൗണ്ട് അബു. മൗണ്ട് അബു എന്നാണ് പേരെങ്കിൽ ഇവന്റെ പഴയ പേര് അർബുദാഞ്ചൽ എന്നൊക്കെയാണ്. എന്താ? അർബുദാഞ്ചൽ. അപ്പൊ തീർച്ചയായും അതും ശരിയാണ്. അപ്പൊ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. തെറ്റാണ് നമ്മളോട് ചോദിച്ചത്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. അതെ, വീണ്ടും നമ്മൾ ഗുരുശിഖറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പൊ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ആൻസർ എന്തായിരിക്കും? ഡി ആയിരിക്കും അല്ലെ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഉറപ്പായിട്ടും ഇതാണ് സ്റ്റേറ്റ്മെന്റ്. കാരണം ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ആക്ച്വലി ശരിയാണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡൂൺ താഴ്വരകൾ കാണുന്നത് ഹിമാലയത്തിലാണ്. ഇനി ഞാൻ ഡൂണിനെ കുറിച്ച് തൊട്ടടുത്തുള്ള പേജിൽ എഴുതുന്നുണ്ട്. എടാ, ഡൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ ആണ് ഡെറാഡൂൺ. ഏതാ? ഡെറാഡൂൺ.
ഇപ്പൊ ഡെറാഡൂൺ ഇന്ത്യയിലാണ്, ഈ കാര്യം മറക്കരുത്. ഡൂണിന്റെ പ്രത്യേകത ഞാൻ പറയാം. ഡൂൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയം 3 ഇല്ലേ? ഏതൊക്കെയാ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ ഹിമാചലിനും ആരുടെയൊക്കെ? ഹിമാചലിനും ഹിമാചലിനും ശിവാലിക്കിനും ഇടയിലുള്ള കുറേ കല്ലുകള്, അല്ലെ? കുറേ കല്ലുകള് നിറഞ്ഞിരിക്കുന്ന ഭാഗത്തെയാണ് ഡൂൺ എന്ന് പറയുന്നത്. ഒരുപാട് കല്ലുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. പണ്ട് നദികളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന കല്ലുകളാണ് ഇങ്ങനെ കാണുന്നത്. പാറക്കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അപ്പൊ കൃഷി നടത്താൻ പറ്റുമോ? ഇല്ല. കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമല്ല. ഉരുണ്ട പാറക്കല്ലുകളാണ് കിലോമീറ്ററുകളോളം നമുക്ക് കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ഒരു 70 കിലോമീറ്ററോളം നീളമുള്ള ഡൂൺ ആണ് ഇതില് ഡെറാഡൂൺ. അപ്പൊ ഏറ്റവും വലിയ ഡൂൺ എന്ന് സെപ്പറേറ്റ് എക്സാമിന് ചോദിക്കാം. ഡെറാഡൂൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഡൂൺ എവിടെ കാണാം? ഹിമാലയത്തിലെ. ആരുടെയൊക്കെ ഇടയില്? ഹിമാചലിനും ശിവാലിക്കിനും ഇടയിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി. 26ാമത്തെ ആൻസർ ഡി അല്ലേ? 26D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ 27ാമത്തെ ചോദ്യത്തിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വീണ്ടും ക്വസ്റ്റ്യൻ ഇങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ ചോദിക്കും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ മാത്സിലൊക്കെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യല്ലേ ചെയ്യുക. അതേപോലെ ജോഗ്രഫിയിലെ ക്വസ്റ്റ്യനും സിംപ്ലിഫൈ ചെയ്യുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചത്? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി കിഴക്കൻ തീരസമതലം ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഗുജറാത്ത് നമ്മുടെ പടിഞ്ഞാറല്ലേ? മലബാർ കേരളം അല്ലെ? പടിഞ്ഞാറല്ലേ? വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുക. വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത് ആന്ധ്രയാണ്. എന്ന് വെച്ചാൽ ഇത് കിഴക്കാണ്. കൊങ്കൺ എന്ന് പറയുന്നത് നമ്മുടെ ഗോവയുടെയും കർണാടകയുടെയും മഹാരാഷ്ട്രയുടെ ഒക്കെ തീരത്തിനെ വിളിക്കുന്ന പേരാണ്. ഒന്നുമില്ലെങ്കിൽ കൊങ്കിണികളെ ആലോചിച്ചാൽ മതി, കൊങ്കിണി ഭാഷ ആലോചിച്ചാൽ മതി. ഗോവയുടെ ഔദ്യോഗിക ഭാഷയാണ്. നമ്മൾ സംസ്ഥാന സീരീസിൽ പറഞ്ഞിട്ടുണ്ട് ഇത്. അപ്പൊ കൊങ്കൺ തീരം എന്ന് പറയുന്നത് വീണ്ടും പടിഞ്ഞാറാണ്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഒന്ന് മാത്രമാണ് വടക്കൻ സിർക്കാസ്. ഇങ്ങനെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മറ്റൊരു മാർഗം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, ഏത് സ്ഥലത്താണ് എന്നുള്ളത്. ഓക്കെ, മലബാർ കേരളത്തിലാണെന്ന് എഴുതി അറിയാലോ. ഗുജറാത്തിൽ തന്നെ, അത് നമുക്ക് അറിയാം. കൊങ്കൺ, കൊങ്കൺ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഗോവ, കർണാടക ഇതൊക്കെ വരും അല്ലെ? ഗോവ, കർണാടക, അതായത് കർണാടക വരും, അതുപോലെ ഗോവ വരും, അതുപോലെ മഹാരാഷ്ട്ര വരും. നമുക്ക് മംഗലാപുരത്തുനിന്ന് അല്ലെ, മംഗളൂരുന്ന് മംഗലാപുരത്തുനിന്ന് മുംബൈയിലെ റോഹ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരെ ഉള്ള ഒരു റെയിൽ ഗതാഗതം ഉണ്ട്. അതായത് റെയിൽ പാതയുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് കൊങ്കൺ എന്നാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം ഈ സ്ഥലത്തെ കൊങ്കൺ എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ ഗോവയും കർണാടകയും. ഇനി നിങ്ങൾ ഓഡ് വൺ ഔട്ട് നോക്കിയേ. വടക്കൻ സിർക്കാർസ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. പോട്ടെ, അറിയില്ല, പോട്ടെ. പക്ഷെ ബാക്കിയെല്ലാം അറിയില്ലേ? മലബാർ കേരളത്തിലാണെന്ന്, ഗുജറാത്ത്. ഇത് രണ്ടും അല്ല ആൻസർ ഒരേ സൈഡിലുള്ളതാണ് എന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കൊങ്കണം അറിഞ്ഞ സെറ്റ്, നമുക്ക് ആൻസറിലേക്ക് എത്താം. 27A ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് ഈ പ്രാദേശിക നാമങ്ങൾ ചോദിക്കാം. എല്ലാത്തിന്റെയും പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എടാ, ആദ്യം ഗുജറാത്തിന്റെ ഈ സാധനം നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഗുജറാത്തിന്റെ ഈ ഭാഗത്തെയാണ് കച്ച് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് കത്തിയവാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ തീരത്തെ എന്താ വിളിക്കുക? പ്രാദേശികമായിട്ട് ഇതിനെ കച്ച് തീരം എന്ന് വിളിക്കും. ഇതിനെ കത്യവാർ തീരം എന്നാണ് വിളിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര, അതുപോലെ ഗോവ, അതുപോലെ കർണാടക, ഇതിനെ മൂന്നിനെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് കൊങ്കൺ. ഓക്കെ, കൊങ്കൺ തീരം എന്നാണ് വിളിക്കുക. ഇനി കേരള, അതുപോലെ വടക്കൻ കർണാടകം ഭാഗത്തെ ചേർത്ത് പറയുന്ന പേരാണ് മലബാർ തീരം അല്ലെങ്കിൽ കേരള തീരം. തമിഴ്നാട് തീരത്തെ വിളിക്കുന്ന പേര് ഇതാ ഞാൻ എഴുതുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കിയിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക. ഇനി തമിഴ്നാട് തീരത്തെ വിളിക്കുന്ന പേരാണ് കോറോമണ്ഡൽ തീരം. എന്താ? കോറോമണ്ഡൽ തീരം എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം? കോറോമണ്ഡൽ തീരം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പയൻകെട്ട് എന്ന് വിളിക്കാം. അധിക ആൾക്കാർക്കും കോറോമണ്ഡൽ ആണെന്ന് അറിയാം തമിഴ്നാട്. പക്ഷെ PSC പയൻകെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിക ആൾക്കാരും തെറ്റിക്കാറുണ്ട്, മറക്കരുത്. ആന്ധ്ര കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വടക്കൻ സിർക്കാസ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു
വടക്കൻ സിർക്കാർസ് എന്നാണ് വിളിക്കുക. ഇനി ഒഡീഷ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഉത്കൽ. എന്താ? ഉത്കൽ എന്നാണ് വിളിക്കുക. ആന്ധ്രാപ്രദേശ് കോസ്റ്റിനെ വടക്കൻ സിർക്കാർസ്. അപ്പോ എല്ലാ പ്രാദേശിക നാമങ്ങളും പഠിച്ചല്ലോ. ഇത് ഒരു കാരണവശാലും മറക്കരുത്. ഈ ഭാഗത്തെ കച്ച് എന്നും ഈ ഭാഗത്തെ കത്തിവാർ എന്നും രണ്ടും ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്ത് തീരം എന്ന് വിളിക്കാവുന്നതാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പ്രാദേശിക നാമങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി നമുക്ക് പോകാം. ദേ, ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയ എന്ന് കേൾക്കുമ്പോ അപ്പൊ എന്ത് ഓർമ്മ വരണം? ക ല സ എന്ന് വെച്ചാ കാരക്കോറം, ലഡാക്ക്, സൻസ്കർ. സെറ്റ് അല്ലേ? ഇതിൽ ആരെങ്കിലും ആണോ ഓപ്ഷനിലുള്ളത്? അല്ല. ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചത്. ട്രാൻസ് ഹിമാലയ കാസി കുന്ന് എന്നാണ് കാണുന്നത്. നമുക്ക് അറിയില്ല കാസി എവിടെയാണെന്ന് അല്ലേ? ലീവ്. ഇനി ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ ആയിരിക്കാം അല്ലെ? ഹിമാലയം പൂർവ്വഘട്ടമായിട്ട് എന്തേലും ബന്ധമുണ്ടോ? നിങ്ങൾ പറ. ഹിമാലയവും പൂർവ്വഘട്ടവും. ദേ, ഇതാണ് ഹിമാലയം. പൂർവ്വഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. പറയാത്തത് തെറ്റായി എന്ന് തോന്നുന്നത് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. കിഴക്കൻ മലനിരകളെ എന്താ നമ്മൾ പറയാ? പൂർവാഞ്ചൽ എന്നല്ലേ വിളിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ലഡാക്ക് ഇതാണോ? ലഡാക്ക് ട്രാൻസ് ഹിമാലയല്ലേ? കാലാസയിലെ ആളല്ലേ ലാ? അപ്പൊ ഇതും തെറ്റാണ്. നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് എലിമിനേഷനിലൂടെ ആൻസർ കിട്ടി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ചോട്ടാ നാഗ്പൂർ. ഇവിടെ ഇവിടുന്ന് ഒരു ചോദ്യം വേണോ? നാളത്തെ എക്സാമിന് ചോദ്യം വേണോ? ദേ നോക്കിക്കോ. ഇന്ത്യയുടെ ചോദിക്കും. ഇതാണ് ചോദിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ചിലപ്പോ ചോദിക്കാം. ഓക്കെ, എന്താ? ഭൂവിഭാഗം. 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ഭൂവിഭാഗമാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്താ? ഉപദ്വീപീയ പീഠഭൂമി. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ലോകത്ത് ഏത് പീഠഭൂമി പോയാലും കുറെ ധാതു ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും. ഡെക്കാൻ ആണെങ്കിലും ചോട്ടാ നാഗ്പൂർ ആണെങ്കിലും ഒക്കെ. ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം അഥവാ പീഠഭൂമി തന്നെ ഡയറക്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോട്ടാ നാഗ്പൂരാണ്. ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇതല്ല, സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ ജാർഖണ്ഡ് ആണ്. എന്താണ്? ജാർഖണ്ഡ് ആണ് ആൻസർ. അപ്പൊ 3 ചോദ്യം പഠിച്ചു. ഭൂവിഭാഗം ചോദിച്ച ഉപദ്വീപീയ പീഠഭൂമി, പ്രദേശം അഥവാ പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ചോട്ടാ നാഗ്പൂർ. ഇനി സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ജാർഖണ്ഡ് ആണ്. സെറ്റ് അല്ലേ? അപ്പൊ ഇന്ത്യയുടെ ധാതു കലവറ നമ്മൾ പഠിച്ചല്ലോ. സെറ്റ് അല്ലേ? ഈ 3 ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമിന്ന്. അടുത്ത ചോദ്യം, റിഗർ എന്ന അറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി. എടാ, കറുത്ത മണ്ണിന്റെ പേര് ഞാൻ ആദ്യം പറയാം. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് റിഗർ. പക്ഷെ ഇതില് രണ്ടും കൊടുത്തിട്ടുണ്ടല്ലേ? കറുത്ത മണ്ണ് എന്നും കൊടുത്തിട്ടുണ്ട്, റിഗർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ക്ലൂ ആണ്. ഇനി അഥവാ റിഗർ എന്ന് അറിയാത്തവരുണ്ട്, കറുത്ത മണ്ണെന്ന് ആൻസർ കിട്ടും. ഇനി മറ്റൊരു പേരാണ് പരുത്തി മണ്ണ്. അതെന്താ അങ്ങനെ വിളിക്കുന്നേ? ഇവിടെ നന്നായിട്ട് വളരുന്ന എന്താ? പരുത്തിയാണ്. അപ്പൊ കറുത്ത മണ്ണിന്റെ പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ഇതല്ലാതെ മറ്റൊരു പേര് കൂടിയുണ്ട്, ചെർണോസം. ഇതെന്തുകൊണ്ടാണ് ഇവിടെ നന്നായിട്ട് പരുത്തി വളരുന്നതെന്ന് അറിയോ? എന്തോന്നറിയോ? ജലം നന്നായിട്ട് സംഭരിച്ചു വെക്കാൻ പറ്റും. എന്താ? സംഭരിച്ചു വെക്കുന്നു. ഓക്കെ, സംഭരിച്ചു വെക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ജലം നന്നായിട്ട് സംഭരിച്ചു വെക്കാനുള്ള ശേഷി ആർക്കുണ്ട്? സ്പോഞ്ച് പോലെ ശേഖരിച്ചു വെക്കാൻ കറുത്ത മണ്ണിന് ശേഷിയുണ്ട്. ഈ നമ്മുടെ കോട്ടൺ അഥവാ നമ്മുടെ പരുത്തിക്ക് വെള്ളം ആവശ്യമുണ്ട്. പക്ഷെ മഴ പെയ്യാൻ പാടില്ല. കാരണം എന്താ? മഴ പെയ്ത് കഴിഞ്ഞാൽ പരുത്തി എന്താ? വെള്ളത്തിൽ കുതിർന്നു പോയില്ലേ? പക്ഷെ വെള്ളം ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ റൂട്ട് ലെവലിൽ വെള്ളം വേണം. എന്ന് വെച്ചാൽ കറുത്ത മണ്ണാണ് ഏറ്റവും അനുയോജ്യം. എന്ന് വെച്ചാൽ മഴയൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് കറുത്ത മണ്ണുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരുത്തി വളർത്താം. പരുത്തി മണ്ണിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറേശ്ശെ ഈ പരുത്തി മണ്ണിൽ നിന്ന് പരുത്തിക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. പക്ഷെ മഴയും കുറവായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് കൃഷി. പരുത്തി മാത്രമല്ല, കരിമ്പും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും.
കരിമ്പ് നന്നായിട്ട് വളരും. അതുകൊണ്ട് തന്നെ ഇതിനെ കെയിൻ സോയിൽ എന്നുള്ള മറ്റൊരു പേരും ഉണ്ട്. കെയിൻ സോയിൽ. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെ പരുത്തി മണ്ണ്? തീർച്ചയായും കേരളത്തിൽ ഒരു സ്ഥലത്തുണ്ട്. ആദ്യം ഞാൻ ഇന്ത്യയുടെ സ്ഥലം പറയാം. ഇന്ത്യയിൽ ഡെക്കാൻ പീഠഭൂമിയിലാണ് പരുത്തി മണ്ണ് അഥവാ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിലെ മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത മണ്ണാണ്, മറക്കരുത്. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ആണ്. സെക്കൻഡ് മഹാരാഷ്ട്രയും അതുപോലെ കർണാടകയൊക്കെ വരും. ഓക്കെ, മറക്കരുതേ, ഒരു കാരണവശാലും മറക്കരുത്. അപ്പോ കറുത്ത മണ്ണ്, പരുത്തി കൃഷി. കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലമുണ്ടോ? കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്തെ കറുത്ത മണ്ണുള്ളൂ. കറുത്ത മണ്ണുള്ളത് ഒരേ ഒരു സ്ഥലത്താ. അതെവിടെയാ? ചിറ്റൂരാണ്. ചിറ്റൂർ എവിടെയാ? പാലക്കാട്. ഇനി നിങ്ങൾ പറ, കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം, പരുത്തി കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം തീർച്ചയായും എവിടെയായിരിക്കും? ചിറ്റൂരായിരിക്കും. കാരണം ഇവിടെ മാത്രമേ കറുത്ത മണ്ണ് കേരളത്തിലുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് ലാവ ശിലകളിൽ നിന്നാണ്. ലാവ എന്താണ്, തണുത്തുറഞ്ഞ ശിലകൾ, ബസാൾട്ട് ശിലകളിൽ നിന്നാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. ഈ കാര്യം മറക്കരുത്. യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അധികം സമയം ഞാൻ പോക്കണില്ല. നിങ്ങൾക്ക് എക്സാം അടുത്തു, എക്സാം ടൈം ആയി അല്ലെ? അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് എക്സാം നന്നായിട്ട് എഴുതുക. അപ്പോ ഇനിയും നമുക്ക് ഇതുപോലുള്ള സീരീസുമായിട്ട് കാണാം. മറക്കണ്ട, സംസ്ഥാനത്തിന്റെ സീരീസ് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇന്നാളെ എക്സാം ഉള്ളവർക്ക് താങ്ക് യു സോ മച്ച്. വീൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ബൈ ഓൾ ഓഫ് യു. ബൈ.